ഹായ് എന്താ ടേസ്റ്റ്. ഇതേപോലൊരു സാധനം നിങ്ങൾ ചാള വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ വിഭവത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. ചാള മസാല എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ പറയാറ്. ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് നല്ല കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കി കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അതാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. ചതച്ച് തന്നെ എടുക്കണം. നല്ല കല്ലിൽ ചതച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ ചാളയൊക്കെ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. അധികം മുരിക്കരുത് കേട്ടോ. അധികം മുരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല പോലെ മൂപ്പിക്കുക. അത് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് വെറും ഓപ്ഷണലാട്ടോ. കാരണം നമ്മളിതിൽ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർക്കണോണ്ട് എരിവ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം പച്ചമുളക് ഇട്ടാൽ മതി. എനിക്ക് ഇത്തിരി എരിവാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത്. പിന്നെ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് സബോള എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതിൽ സബോള നിങ്ങൾക്ക് മസാല എത്ര വേണമെന്നനുസരിച്ചിട്ടാണ് സബോള ഇതിലിടുക. അത് കഴിഞ്ഞ് നോർമലി നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി കേട്ടോ. അപ്പം ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും ചിക്കൻ മസാലയും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നല്ല പോലെ വരട്ടിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചോ. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് ഇട്ടോളൂ അതിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ മുട്ട മസാല ആയിട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ മസാലയും ആയി. എല്ലാത്തിനും മസാല സെയിമാണ്. അപ്പോൾ ഈ മസാലയിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനം ചാള നമ്മളിതിലേക്കിട്ട് വറുത്ത് വെച്ച ചാള ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാള മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ദോശയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ടേസ്റ്റ് കൊടുക്കണം എന്താണെന്നറിയോ? കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞത് വേറെ ലെവലാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചാള മസാല എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. കാരണം ഇപ്പോൾ ചാളയുടെ സീസണാണല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട് ചാനൽ. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.